നമസ്കാരം. എനിക്ക് കഴിവില്ലാത്തത് എൻ്റെ കുറ്റമാണോ? മാഷെ, ഇങ്ങനെ ഒരു ചോദ്യം കുട്ടി ചോദിച്ചാൽ എന്തുത്തരമാണ് പറയുക? കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞതാണത്. കാര്യം യാഥാർത്ഥ്യമല്ലേ? സംഭവം രക്ഷിതാവും കുട്ടിയും തമ്മിൽ പഠനത്തിൽ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ചുള്ള സംസാരമധ്യേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് വീട്ടിൽ. അവസാനം ഗതി കിട്ടപ്പോൾ കുട്ടിക്കൊന്ന് പറഞ്ഞു പോയി, എൻ്റെ കുറ്റമാണോന്ന്. എനിക്ക് ഉണ്ടാകുന്ന ശീലമൊക്കെ എൻ്റെ പാരമ്പര്യമായിട്ട് ലഭിച്ചതാണ്, എൻ്റെ അച്ഛനന്മാരിൽ നിന്ന് ലഭിച്ചതാണ്, അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ തരത്തിലായി. ഞാനെങ്ങനെയായി? അതെൻ്റെ കുറ്റമാണോ എന്നാണ് കുട്ടിയുടെ ചോദ്യം. ഒരു നിവൃത്തിയില്ല. രക്ഷിതാക്കളായ അമ്മയും അച്ഛനൊക്കെ ഒരു നിവൃത്തിയില്ലാതെ കണ്ട് ഇങ്ങനെ നിന്നു. അച്ഛൻ വലിയ തോതിൽ പഠിപ്പൊന്നുമില്ല, എങ്കിലും 10ാം ക്ലാസ് കഷ്ടി പാസ്സായെങ്കിൽ കൂടിയും മറ്റു എല്ലാ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി ഇത് നയിക്കുകയാണ്. അമ്മയും അത്രത്തിലുള്ള തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളോ അങ്ങനെയായി, നീയെങ്കിലും മിടുക്കനായി മാറണം എന്നുള്ള ഒരു ഇതിലാണ് ഇവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത്. മൂത്തവനിങ്ങനെ ചോദിച്ചപ്പോൾ ഇളയവരിന്ന് ചിരിക്കുകയായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ പലപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ് നടത്താറുണ്ട്. അങ്ങനെയാവണം ഇങ്ങനെയാവണം. പലരും ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, IAS ആയ കഥ പറയാറുണ്ട്. 10ാം ക്ലാസ്സിൽ 45% മാർക്കോടുകൂടി പാസ്സായിട്ട് IAS ആയ കഥകൾ. പലരും വളരെ ദാരിദ്ര്യമായി ജീവിച്ചിട്ട് ഉയർന്ന പോയ കഥകളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും പലരെയും. പക്ഷേ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടൊന്നും ഈ കുട്ടികൾക്കൊന്നും ഒന്നിനും പറ്റുന്നില്ല. എന്താണ് സംഭവം? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അവർക്ക് അതിനുള്ള ശേഷിയില്ല, അവർക്ക് അതിനുള്ള മസ്തിഷ്കത്തിൻ്റെ കഴിവില്ല. ആ കഴിവില്ലാത്തവർക്ക് ഏത് തരത്തിലുള്ള സാഹചര്യം കൊടുത്താലും അവർ ഉയർന്നു വരുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ സാധാരണ സാഹചര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കുട്ടി ഉയരാനായിട്ട് അച്ഛനമ്മമാരും രക്ഷാകർത്താക്കളൊക്കെ ചെയ്യുന്നത് എന്താണ്? അവനെ പഠിപ്പിൽ ഉയർന്നാക്കാനാണ് നോക്കുക. മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യാൻ പറ്റും? 10ാം ക്ലാസ് ഉയർന്ന മാർക്ക് വാങ്ങും, അതുപോലെ +2 ഉയർന്ന മാർക്ക് വാങ്ങും, പിന്നെ എൻട്രൻസിൽ മികച്ച രീതിയിൽ ഉയർന്ന മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവന് അവൻ്റെ ജീവിതം ഉറച്ചു എന്നുള്ള വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പലരെയും അവസ്ഥ അതുപോലെ തന്നെയാണ്, നല്ല ജോലി കിട്ടി ജീവിക്കുന്നു. പക്ഷേ ഇവിടെയാണ് ഇത്തരത്തിൽ ചോദ്യത്തിന് നമ്മൾ എന്ത് മറുപടിയാണ് പറയാൻ പറ്റുക? ഒരു കുട്ടിക്ക് ജന്മസിദ്ധമായി ജനിതകപരമായി ഇത്തരം സവിശേഷതകളുള്ളോ? പഠനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള സവിശേഷതകളാണ്. പിന്നെന്താണ് ചെയ്യുക? അത് അവൻ്റെ കുറ്റമാണോ? ഇത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടിയെ കുറ്റം പറയേണ്ടതില്ലല്ലോ. ലേണിംഗ് ഡിസബിലിറ്റീനെ കുറിച്ചിട്ട് ഇപ്പോൾ പലർക്കും അറിയാം, പല രക്ഷിതാക്കൾക്കും അറിയാം, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം. അവന് അത്രയേ പറ്റുകയുള്ളൂ, ആ ശേഷിയേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓർമ്മിക്കാനുള്ള കഴിവ്, പഠിച്ചത് എഴുതാനുള്ള കഴിവ്, പഠിച്ച കാര്യങ്ങൾ പറയാനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുട്ടികൾ പരീക്ഷയ്ക്ക് പിന്നോക്കാവസ്ഥയിലാവും. പലർക്കും സ്ക്രൈബിനെ വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധി വരെ പെർഫോമൻസ് പറ്റുള്ളൂ, പരീക്ഷയിലൊക്കെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ, അതുപോലെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്തെങ്കിലും ജോലികൾ തന്നെ ചെയ്യാനായിട്ട് ഒരു പരിധിയുണ്ട്. ആ പരിധിയിൽ വിട്ട് കൂടുതൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ തന്നെ വേദനാജനകമായ കാര്യമാണ്. എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനിതകപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അത്തരത്തിൽ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചിലർക്ക് ഈ ഇത്തരത്തിലുള്ള മസ്തിഷ്കപരമായ ശേഷി കുറഞ്ഞു എങ്കിലും വേറെ ചില ശേഷികളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഒട്ടനവധി ശേഷികളില്ലേ? ആ ശേഷിയിലൊക്കെ മിടുക്കരായാൽ ആ ശേഷി കൂടുതൽ ഉളവാക്കുന്ന സാഹചര്യം കൊടുത്താൽ മതി. ഇപ്പോൾ ഒരിക്കൽ ഏഷ്യാഡിൽ PT ഉഷ വിൻ ചെയ്തപ്പോൾ അന്ന് കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു, PT ഉഷേനേക്കാളും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടായിരിക്കാം, പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. അവരെ കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള കഴിവുള്ള കുട്ടികളും പല വീട്ടിലുമുണ്ട്. അവരുടെ കഴിവ് ഏതിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് അത് നമ്മുടെ വ്യവസ്ഥയുടെ കുഴപ്പമില്ല, സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്ത നമ്മൾ ചിന്തിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കാനോ ഒതുങ്ങുന്ന ഒരു സാഹചര്യം, ഒരു ചെറിയൊരു ഇടം ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ പറഞ്ഞ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇതേ പറ്റുള്ളൂ. ഒരു വ്യക്തി പഠനത്തിൽ പിന്നോക്കമാണ് എന്ന് വെച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പണം സമ്പാദിക്കാനും സുഖമായി ജീവിക്കാനും ഒക്കെ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്.
ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് കണ്ടെത്തിക്കൂടെ? കല, കായിക, അതുപോലെ തന്നെ വേറെ ചില തൊഴിൽപരമായ കാര്യങ്ങൾ, സ്പോർട്സിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട്. ഓട്ടം ചാട്ടവും മാത്രമല്ല, പലതരത്തിലുള്ള കളികളുണ്ട്. അതുപോലെ തന്നെ കലകളുണ്ട്, പാടാൻ മാത്രമല്ല, അത് മറ്റ് ഉപകരണങ്ങൾ വായിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡാൻസുകളുണ്ട്, അഭ്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ വിവിധ ജോലികളുണ്ട്. ഭക്ഷണം പാകം ചെയ്യുക, തുന്നുക, ഗാർഡനിങ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അവയൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും അവയൊക്കെ ഉണ്ടോ എന്ന് ഓരോ കുട്ടിയും പരിശോധിക്കേണ്ടത് ഒരു ആവശ്യം തന്നെയല്ലേ? പിന്നെ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉള്ള കുട്ടികൾക്ക് പോലും ചിലയിടത്ത് എത്താൻ പറ്റുന്നില്ല. ചില കുട്ടികളുടെ വീട്ടിലെ സാഹചര്യം അതിദയനീയമായിരിക്കും. അവർ 10ാം ക്ലാസ് കഴിഞ്ഞു, +2-ന് അപ്പുറത്തെ അയൽപ്പക്കത്തെ കൂട്ടുകാരൊക്കെ തൊട്ടടുത്തുള്ള ഇന്ന സ്കൂളിൽ ചേർന്ന് ആ സ്കൂൾ നല്ല സ്കൂൾ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവും. തുടർന്ന് എല്ലാ അച്ചടക്കമുള്ള കുട്ടികളും എല്ലാ മാർക്കുള്ള കുട്ടികളും അവിടെ തന്നെയാണ് പോവുക. മിക്കവാറും കേസിൽ 60% കേസിൽ മാർക്കുള്ള കുട്ടികളൊക്കെ തന്നെ അച്ചടക്കമുള്ളവരായിരിക്കുമല്ലോ. അങ്ങനെയാണുള്ള നമ്മുടെ ധാരണ. അത് മുഴുവൻ ശരിയല്ലെങ്കിൽ കൂടി അവരൊക്കെ ആ സ്കൂളിൽ ചേരും. പിന്നെ പാരമ്പര്യമായിട്ട് ആ സ്കൂളിനൊരു പേര് വന്നു, ആ നല്ല സ്കൂൾ എന്നുള്ള രൂപത്തിൽ അവിടെ നിന്ന് ധാരാളം പേര് പാസ്സാവുന്നു, A+ മേടിക്കുന്നു. പലരും എൻട്രൻസ് പരീക്ഷകൾ, പലതിൻ്റെയും എൻട്രൻസ് പരീക്ഷകളിൽ ചേരുന്നു, മിടുക്കരാവുന്നു, ഉയർന്ന ജോലി കിട്ടുന്നു, നല്ല തരത്തിൽ വിവാഹബന്ധങ്ങൾ വരുന്നു, സുഖമായി ജീവിക്കുന്നു, നാട്ടിൽ അറിയപ്പെടുന്നതായി മാറുന്നു. അവരെ പല ഫംഗ്ഷനും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും അതുപോലെ തന്നെ നാട്ടിലൊക്കെ ആദരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്ന രീതികൾ. നമ്മുടെ സിസ്റ്റത്തിൻ്റെ രീതികൾ ഇത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് എത്തപ്പെടാനായിട്ട് ചില കുട്ടികൾക്ക് അത് സാധിക്കാറില്ല. പഠിക്കാൻ മിടുക്കരായിരിക്കാം, പക്ഷേ ഏതേത് പരീക്ഷകളാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ല. തനിക്ക് ഇന്നതാണ് ആഗ്രഹം, ഇന്നെ കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഏതേത് പരീക്ഷകൾ എഴുതി പാസ്സായിട്ട് അവിടെ എത്തിച്ചേരണമെന്ന് അറിയാത്തവരുണ്ട്. അങ്ങനെയുണ്ടത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇത്തരത്തിൽ ഒരു മെമ്മറി ശേഷി കുറവുള്ളവർക്ക് ഉള്ള കുട്ടികൾക്ക് കായികപരമായ പല ശേഷികളുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നാം എന്താണ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം നമുക്ക് അതിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവൻ്റെ കഴിവുകൾ എന്താണെന്നൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കഴിവ്. ഏതൊക്കെ ശേഷികളാണ് അവനുള്ളത് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് രക്ഷിതാക്കൾക്ക് തന്നെയാണ്. കാരണം ചെറുപ്പം മുതലേ തന്നെ അവനറിയുന്നത് അവൻ്റെ വീട്ടിലുള്ളവരാണ്. അത് സൂക്ഷ്മതയോടുകൂടി വാച്ച് ചെയ്യണം, നിരീക്ഷിക്കണം. എന്തൊക്കെ കഴിവുകളാണ് കുട്ടിക്കുള്ളത്? നല്ലവണ്ണം സംസാരിക്കാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ടോ? ഭക്ഷണത്തിൻ്റെ രുചി അറിയാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ ഇന്നെ കായിക ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ? ഡ്രൈവിങ് ചെയ്യാനുള്ള കഴിവുണ്ടോ? വണ്ടികൾ ഓടിക്കാനുള്ള കഴിവുണ്ടോ? ഭാരമുള്ള വസ്തുക്കളെടുത്ത് മാറ്റി വയ്ക്കാനുള്ള കഴിവുണ്ടോ? വസ്ത്രങ്ങൾ അയൺ ചെയ്യാനുള്ള കഴിവുണ്ടോ? അതുപോലെ തന്നെ തുന്നുവാനുള്ള കഴിവുണ്ടോ? ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളുള്ള കഴിവുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാചകം ചെയ്യാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ ഒരു സംഭാഷണം കേട്ടിരിക്കാൻ പോലുള്ള കഴിവുണ്ടോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്തണം. പെട്ടെന്നൊന്നും പറ്റില്ല കേട്ടോ, എളുപ്പമാർഗ്ഗമൊന്നുമല്ല കേട്ടോ. ഉടനടി ആരോടെയും പറഞ്ഞൊരു കഴിവുകൾ കണ്ടെത്താനായിട്ട് പലതരത്തിലുള്ള പരീക്ഷകളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിരുന്നാലും അതിലേക്കൊന്നും എത്തപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു തരത്തിൽ മാത്രമേ ശരിയെന്നിരിക്കാം. ഇത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡാണുള്ളത്, മനോഭാവം വ്യക്തമാക്കുന്നു, എന്നിട്ട് അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന രീതികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പരിധി വരെ അത് എത്താം എന്നൊന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ദീർഘനാളത്തെ പരിചയം കൊണ്ട്, നിരീക്ഷണം കൊണ്ടാണ് ആ കുട്ടിയുടെ കഴിവ് ഒക്കെ മനസ്സിലാവുക. ഇതിൽ ആദ്യം വേണ്ടത് ആ കുട്ടിയും സഹകരിക്കണം. ആ കുട്ടി തൻ്റെ കഴിവുകൾ കണ്ടെത്താനായിട്ട് തന്നെ നിരീക്ഷിക്കുന്നവരോട് സഹകരിക്കും വേണം. അതാണ് പ്രത്യേകത. പിന്നെ ഈ രക്ഷിതാവിന് വ്യക്തമായിട്ടൊരു കോച്ചിങ് ആവശ്യമാണ്. ഈ കഴിവുകളെക്കുറിച്ച് അറിയണ്ടേ? വെറുതെ നോക്കിയിരുന്നുകൊണ്ട് വേണ്ട. ഇന്ന മേഖലകൾ കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമുണ്ടല്ല. മനുഷ്യരുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഏതൊക്കെ കഴിവുകൾ ഉണ്ട് എന്നുള്ളത്, കുട്ടികളെ കഴിവ് ഉണ്ട് എന്നുള്ളത്, ഞാൻ കുറേ കഴിവുകൾ പറഞ്ഞില്ലേ ഇവിടെ. അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിവിധ ജോലികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ ജോലികളെക്കുറിച്ച് പഠിക്കുകയും അവ മനസ്സിലാക്കുകയും അവയെ ഒക്കെ ആക്കുകയൊക്കെ വേണം, കണ്ടെത്തുകയൊക്കെ വേണം. ശരിക്കും ഒരു കൗൺസിലറുടെ സഹായത്തോടു കൂടി രക്ഷിതാവിന് നീങ്ങാനായിട്ട് സാധിക്കുള്ളൂ. സാധാരണ രക്ഷിതാക്കൾക്കൊക്കെ ഇതിനുള്ള ക്ഷമ ഉണ്ടാവില്ല. വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മുടെ ഒരു കൗൺസിലർക്കൊക്കെ ആയി ബന്ധപ്പെട്ട് നൽകി കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ, കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. എന്തിനേറെ പറയുന്നത്, ഡ്രസ്സിങ് ഒരു നല്ലൊരു കഴിവാണ്. ഈ പഠനത്തിൽ പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികൾ, ഷോർട്ട് ടേം മെമ്മറി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്, മേക്കപ്പ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതൊക്കെ നല്ല നല്ല പൈസ കിട്ടുന്ന ജോലികൾ തന്നെയാണ് കേട്ടോ.
പലയിടത്തും. മുടി വേണ്ട രൂപത്തിൽ ഡ്രസ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ എന്തൊക്കെയുണ്ട്, സ്കിന്നിൻ്റെ ടോണ് മാറ്റാനുള്ള കഴിവുകൾ, അങ്ങനെ മേക്കപ്പ് മുഖേനൊക്കെ ഉള്ളത്, അതിനൊക്കെ പൈസ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയാണ്, ഇത് പുസ്തകം വായിക്കാനൊന്നും പറ്റില്ലെങ്കിലും പുസ്തകം ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ചില കുട്ടികൾക്ക്. വൃത്തിയായിട്ട് അടുക്കി വയ്ക്കാനുള്ള കഴിവുണ്ട്. ഓഫീസ് മുറി ക്രമീകരിക്കാനുള്ള കഴിവുകളുണ്ട്. അങ്ങനെ എത്രയോ മേഖലകൾ കിടക്കുന്നു. ഇവയിലൊക്കെ അത്തരത്തിലുള്ള കഴിവുകളുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് സെൻറ്റേഴ്സോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ആത്മാർത്ഥതയുള്ളൊരു കൗൺസിലറോ ദീർഘനാളത്തെ പരിചയമുള്ള കൗൺസിലറായിട്ട് ബന്ധപ്പെട്ടു. ഒരു ആധുനിക കൗൺസിലർ ആയതുകൊണ്ടാണ്. പഴയ സിദ്ധാന്തങ്ങളൊക്കെ ഇപ്പോൾ കാലഹരണപ്പെട്ട് പോയിരിക്കുകയാണെന്നുള്ള കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം ആകും. അച്ഛ അല്ലെങ്കിൽ അമ്മേ, ഞാൻ പഠിക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ഞാനിങ്ങനെയായത് എൻ്റെ കുറ്റം കൊണ്ടാണോ? എനിക്ക് ഇത്രയും കഴിവുള്ളൂ, ഞാനൊന്നും ചെയ്യേണ്ടല്ല, മറ്റുള്ളവന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനിടയിൽ വേറെ പരാതി കൂടി പറയാണ്, എൻട്രൻസുമായി ബന്ധപ്പെട്ടാണ്. അതായത് എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ ആ പാസ്സായ കുട്ടിയും 3-4 തവണയൊക്കെ പരിശീലനം നേടിയ കുട്ടിയും നല്ല സ്ഥലങ്ങളിൽ കൂടുതൽ പൈസ കൊടുത്ത് പരിശീലനം നേടിയ കുട്ടിയും നാം ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, കൂട്ടിച്ചേർക്കൽ, വിമർശനങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.